Good morning, all. Morning, ma'am. Good 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 morning, ma'am. മിസ് കഴിഞ്ഞ ദിവസം എടുത്താൽ നോക്കിയോ എല്ലാവരും? നോക്കിയോ? ക്ലിയർ ആണോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ ആണോ എല്ലാവർക്കും? Clear. ഓക്കെ, ഇത് ബാക്കി എടുക്കാം അല്ലേ? മോക്ക് ടെസ്റ്റ് കിട്ടിയോ എല്ലാവർക്കും? മോക്ക് ടെസ്റ്റ് ഒക്കെ കിട്ടിയില്ലേ? കിട്ടി. ഓക്കെ ആയില്ലേ എല്ലാവരും? ഓക്കെ. അതെ മാം. മാം എന്റെ ഫസ്റ്റ് ക്ലാസ് ആണേ, പക്ഷെ എനിക്ക് ഇതുവരെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളുടെ ഒക്കെ റെക്കോർഡഡ് ക്ലാസ് കാണാം ആദ്യം തന്നെ, എന്നിട്ട് അതിന്റെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ മാം. ഇന്നത്തെ ക്ലാസ്സിന്റെ മോക്ക് ടെസ്റ്റ് നാളെ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ലെവൽ ഓഫ് കെയർ വരല്ലേ മിസ് എടുത്തത്? ലെവൽ ഓഫ് കെയർ തുടങ്ങി അല്ലെ? പ്രൈമറി കെയർ മിസ് എടുത്തില്ലേ? പ്രൈമറി കെയർ എടുത്തില്ലേ മിസ്? നെക്സ്റ്റ് സെക്കൻഡറി കെയർ അല്ലെ? സെക്കൻഡറി കെയർ മുതലല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത് മിസ്? സെക്കൻഡറി കെയർ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് എന്താ? പ്രൈമറി കെയറിലെ എക്സാമ്പിൾ എന്താ പറഞ്ഞേ? PHS അല്ലെ? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് അല്ലെ? ടെർഷ്യറി ആണോ എടുക്കേണ്ടത്? സെക്കൻഡറി എടുത്തോ മിസ്? എടുത്തോ? ഇല്ലല്ലോ മിസ്, പ്രൈമറി മാത്രമല്ലേ എടുത്തോളൂ. ഓക്കെ, സെക്കൻഡറി കെയർ നോക്കിയേ. ദീസ് ആർ ഹോസ്പിറ്റൽ that offer medical care which is one level higher than primary care അല്ലേ? എന്താണ് നമ്മുടെ പ്രൈമറി കെയറിനും ഒരു ലെവൽ കൂടുതൽ അല്ലെ? കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള കെയർ നൽകുന്ന, പരിചരണം നൽകുന്ന ഹോസ്പിറ്റലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു പ്രൈമറി കെയറിൽ എങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകളായിരിക്കും, കെയർസ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്? ബേസിക് ആയിട്ടുള്ള അല്ലെ? ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ, വാക്സിനേഷൻ, സിമ്പിൾ ചെറിയ അസുഖങ്ങൾക്കുള്ള അല്ലെങ്കിൽ സീസണൽ ഇൻഫെക്ഷൻസിനുള്ള ട്രീറ്റ്മെന്റുകൾ, അതൊക്കെയായിരിക്കും നമുക്ക് പ്രൈമറി കെയറിൽ നിന്ന് ലഭിക്കുന്നത്. സെക്കൻഡറി കെയർ ആവുമ്പോൾ അത് എന്ത് വരും? നമ്മുടെ പ്രൈമറി കെയറിലും കുറച്ചും കൂടി ഒരു സ്റ്റെപ്പ് കൂടി ഉയർന്ന പരിചരണമായിരിക്കും നമുക്ക് സെക്കൻഡറി കെയർ ഹോസ്പിറ്റലുകളിൽ നിന്ന് ലഭിക്കുന്നത്. Such hospitals will offer treatments such as general surgery. അവിടെ എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ നടക്കുന്നുണ്ട്? ജനറൽ സർജറി ചെയ്യുന്നുണ്ട് അല്ലെ? ജനറൽ സർജറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അപ്പൻഡിക്സിന്റെ, തൈറോയിഡിന്റെ, അബ്ഡമൻ സർജറി, അങ്ങനെ ചെറിയ ചെറിയ ജനറൽ സർജറികളില്ലേ? അങ്ങനെയുള്ള സർജറികൾ നടക്കുന്നുണ്ട്. കൂടാതെ നോൺ കോംപ്ലക്സ് സ്പെഷ്യാലിറ്റി സർജറി അല്ലെ? അധികം സങ്കീർണമായിട്ടുള്ള സർജറി അല്ലാത്ത സർജറികൾ നടത്തുന്നുണ്ട്. നമ്മുടെ ഈ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയൊക്കെ എന്താണ്? കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള സർജറി ആണല്ലോ. കോംപ്ലക്സ് സർജറി ആണ് അല്ലേ? ആണോ? അപ്പൊ അങ്ങനെയുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള സർജറി അല്ലാതെ നമ്മുടെ എന്താണ് ബൈപ്പാസ്, നമ്മുടെ ആൻജിയോപ്ലാസ്റ്റ, അങ്ങനെയുള്ള നോർമൽ ആയിട്ടുള്ള സർജറീസ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. നെക്സ്റ്റ് ബേസിക് ഇന്റൻസീവ് കെയർ ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സ്. ഹൈ ലെവൽ ഇന്റൻസീവ് കെയർ അല്ല, ബേസിക് ആയിട്ടുള്ള ഇന്റൻസീവ് കെയർ ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? നമുക്ക് വെന്റിലേഷൻ തരിക,
പേഷ്യൻസിന് വെന്റിലേഷൻ കൊടുക്കുക, CPR കൊടുക്കുക, അവരുടെ എയർ ബ്രീത്തിങ്ങിന് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കുക. അതല്ലെങ്കിൽ അവർക്ക് എന്താണ് പേഷ്യൻസിന്റെ വൈറ്റൽ സയൻസ് അല്ലെ, വൈറ്റൽ സയൻസ് എന്ന് പറയുന്നത് എന്താണ്, പേഷ്യൻസിന്റെ വൈറ്റൽ സയൻസ് എന്നൊക്കെ ഉൾപ്പെടുന്നുണ്ട്. വൈറ്റൽ സയൻസ് കേട്ടിട്ടുണ്ടോ? വൈറ്റൽ സയൻസ് ഇല്ല, നിങ്ങൾക്ക് ഇത് പഠിക്കാനുണ്ട്. പൾസ്, ടെമ്പറേച്ചർ, നമ്മുടെ BP നോക്കുക, BP അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് എന്ത് വൈറ്റൽ സയൻസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വൈറ്റൽ സയൻസുകളൊക്കെ നമ്മുടെ ഈ സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിൽ നോക്കുന്നുണ്ട്. കൂടാതെ എന്താണ് സിസേറിയൻ, പൾസ്, ടെമ്പറേച്ചർ അങ്ങനെയുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് സിസേറിയൻ ഡെലിവറി എക്സെട്ര അല്ലെ. നമ്മ പ്രൈമറി കെയറിൽ എന്താ പറഞ്ഞേ, നോർമൽ ഡെലിവറീസ് അല്ലെ, റെസ്പിറേറ്ററി റേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ. മറ്റോടത്ത് എന്താണ് പ്രൈമറി കെയറിൽ നോർമൽ ഡെലിവറീസ് ആണ് അല്ലെ നടക്കുന്നത്. പക്ഷെ സെക്കൻഡറി കെയർ ആയപ്പോ എന്ത് വെച്ചി, അവിടെ സിസേറിയൻ ഡെലിവറീസ് ഒക്കെ അവര് നടത്തുന്നുണ്ട്. ക്ലിയർ ആയോ? സെക്കൻഡറി കെയർ എന്ന് പറയുന്നത് പ്രൈമറി കെയറിനേലും കുറച്ചും കൂടി അഡ്വാൻസ് ആയ അല്ലെ, ഒരുപാട് കൂടുതൽ ട്രീറ്റ്മെന്റുകൾ നൽകുന്ന ഹോസ്പിറ്റലുകളെയാണ് സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അവരെന്താണ് ജനറൽ സർജറീസ് അല്ലെ, കൂടാതെ എന്താണ് അധികം സങ്കീർണമല്ലാത്ത അല്ലെ, കോംപ്ലക്സ് അല്ലാത്ത നോൺ കോംപ്ലക്സ് സർജറികൾ നടത്തുന്നുണ്ട്. കൂടാതെ ബേസിക് ഇന്റൻസീവ് കെയർ ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സ്, കൂടാതെ സിസേറിയൻ ഡെലിവറി ഒക്കെ നമുക്ക് സെക്കൻഡറി കെയർ ഹോസ്പിറ്റലുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഈ ഗവൺമെന്റ് സിസ്റ്റം, ഗവൺമെന്റ് സിസ്റ്റത്തിൽ ഏതൊക്കെ ഹോസ്പിറ്റലാണ് സെക്കൻഡറി കെയർ എന്ന് പറയുന്നത്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് അല്ലെ, CHSC കേട്ടിട്ടില്ലേ? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് പോലെ തന്നെ അല്ലെ, അതിൽ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള അല്ലെ. പിന്നെ താലൂക്ക് ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അല്ലെ, നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, ജില്ലാ ഹോസ്പിറ്റൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്. ഡിവിഷണൽ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ താലൂക്ക് ഹോസ്പിറ്റൽ ഒക്കെ കേട്ടിട്ടില്ലേ? താലൂക്ക് ഹോസ്പിറ്റൽ അതൊക്കെയാണ് ഡിവിഷണൽ ഹോസ്പിറ്റലിന് എക്സാമ്പിൾ പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്, ഡിവിഷണൽ അതായത് താലൂക്ക് ഹോസ്പിറ്റൽസ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ഒക്കെ എന്താണ് നമ്മുടെ സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആണ്. Next, secondary care hospitals are better resourced than primary hospitals and can handle a large number of emergency cases. എന്താണ് സെക്കൻഡറി ഹോസ്പിറ്റലില് പ്രൈമറി ഹോസ്പിറ്റലിനെയും കൂടുതൽ റിസോഴ്സുകൾ അല്ലെ, വിഭവങ്ങൾ ഉണ്ടായിരിക്കും. കൂടാതെ എന്താണ് ലാർജ് നമ്പർ ഓഫ് എമർജൻസി കേസുകൾ അവരെന്ത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മ പറഞ്ഞു അല്ലെ, നോൺ കോംപ്ലക്സ് അല്ലാത്ത സർജറീസ് നടത്തുന്നുണ്ട്, ബേസിക് ആയിട്ടുള്ള ഇന്റൻസീവ് കെയർ ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സ് നടത്തുന്നുണ്ട്. അപ്പൊ അവിടെ എന്താണ് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ എമർജൻസി കേസുകൾ കൈകാര്യം ചെയ്യാനായി സാധിക്കുന്നു. ഇപ്പൊ ഒരു നമ്മുടെ വീടിന്റെ അടുത്ത് ഒക്കെ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് പറ്റുകയാണ്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടങ്ങളെ പറ്റി എമർജൻസി ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? നമ്മുടെ വീടിന്റെ അടുത്തുള്ള ജില്ലാ ഹോസ്പിറ്റലിലേക്ക് അല്ലെ, അതല്ലെങ്കിൽ താലൂക്ക് ഹോസ്പിറ്റലിലേക്കായിരിക്കില്ലേ കൊണ്ടുപോകുന്നത്? പ്രൈമറി അല്ലെ, പ്രൈമറി അല്ല, പ്രൈമറിയിൽ അധികം കേസ് ഉണ്ടോ? നമ്മുടെ വീടിന്റെ അടുത്തുള്ള താലൂക്ക് ഹോസ്പിറ്റൽ അല്ലെ, അങ്ങോട്ടല്ലേ കൊണ്ടുപോകുന്നത് ആദ്യം തന്നെ. എന്നിട്ട് അവർക്ക് കൊടുക്കേണ്ട ബേസിക് ആയിട്ടുള്ള കെയേഴ്സ് ഒക്കെ കൊടുത്തിട്ട് എന്ത് പറയും, അവിടെ പറ്റില്ലെങ്കിൽ പറയില്ലേ, നിങ്ങൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറയില്ലേ, അങ്ങനെയല്ലേ? മെഡിക്കൽ കോളേജുകളിലേക്കോ അല്ലെ, അല്ലെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറയില്ലേ, ആണോ? അപ്പൊ എന്താണ് നമ്മുടെ ഡിവിഷണൽ ഹോസ്പിറ്റല്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലൊക്കെ എന്താണ് സെക്കൻഡറി ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആണ്. സെക്കൻഡറി ഹോസ്പിറ്റലിൽ എന്താണ് നമ്മുടെ പ്രൈമറി ഹോസ്പിറ്റലിനും കുറച്ചുകൂടി അഡ്വാൻസ് ആയി കൂടുതൽ റിസോഴ്സുകൾ വിഭവങ്ങൾ ഉണ്ടാവുകയും എന്താണ് ലാർജ് നമ്പർ ഓഫ് എമർജൻസി കേസുകൾ അല്ലെ, ഒരുപാട് എമർജൻസി കേസുകൾ അവിടെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. Next, most of the small and mid-sized private hospital described in earlier section generally offer secondary care. നമ്മുടെ വീടിന്റെ അടുത്തുള്ള
ഈ സ്മോൾ ആൻഡ് മിഡ് സൈസ്ഡ് പ്രൈവറ്റ് ഹോസ്പിറ്റലിന് എന്തിന് എക്സാമ്പിൾ ആണ്? അവിടെ ഒരു അവിടെ കുറച്ചും കൂടി നമ്മുടെ പ്രൈമറി കെയറിന്റെയും കൂടുതൽ റിസോഴ്സുകൾ ഉണ്ടായിരിക്കും. ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഉണ്ട് അല്ലെ? ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഉണ്ടാവുമല്ലോ പ്രൈവറ്റ് ഹോസ്പിറ്റലില്. സെക്കൻഡറി കെയറിന് എക്സാമ്പിൾ ആണ് അല്ലെ? അപ്പൊ എന്താണ് നമ്മുടെ ചുറ്റുമുള്ള അല്ലെ സ്മോൾ ആൻഡ് മിഡ് സൈസ്ഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണ് കേട്ടോ. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എന്തിന് എക്സാമ്പിൾ ആണ്? സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആയോ? സെക്കൻഡറി കെയർ ഈ മോസ്റ്റ് ഓഫ് ദ സ്മോൾ ആൻഡ് മിഡ് സൈസ്ഡ് ലാസ്റ്റ് സെന്റൻസ് അത് അടയാളപ്പെടുത്താം കേട്ടോ. അത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇൻ ഗവൺമെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടില്ലേ? ഇൻ ഗവൺമെന്റ് സിസ്റ്റം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്, ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹെൽത്ത് ഹോസ്പിറ്റല്, ക്ലിനിക്കുകൾ നമുക്ക് പ്രൈമറി കെയർ പറയാം. ക്ലിനിക്കുകൾ, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളില്ലേ? ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകൾ അത് നമുക്ക് പ്രൈമറി കെയർ ഹോസ്പിറ്റലിന് പറയാം കേട്ടോ. മിസ് പറഞ്ഞത് സെക്കൻഡറി കെയർ ഹോസ്പിറ്റലില് എന്താണ്? ഈ ഗവൺമെന്റ് സിസ്റ്റം മുതൽ കെയർ ലെവൽ ഹോസ്പിറ്റൽ വരില്ലേ? ആ സെന്റൻസ് അതൊന്ന് അടയാളപ്പെടുത്താം കേട്ടോ. അത് എക്സാമിന് ചോദിക്കുന്നതാണ്. ഇൻ ഗവൺമെന്റ് സിസ്റ്റം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് ആൻഡ് ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ആർ considered as secondary care level hospitals. അത് അടയാളപ്പെടുത്താം കേട്ടോ. ആ പാരഗ്രാഫിൽ മിസ് രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് സെന്റൻസും ഈ സെന്റൻസും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ടെർഷ്യറി കെയർ. അപ്പൊ ടെർഷ്യറി എന്തായിരിക്കും? ടെർഷ്യറി കെയർ എന്തായിരിക്കും? പ്രൈമറി എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള അല്ലെ? സെക്കൻഡറി എന്ന് പറയുന്നത് കുറച്ചും കൂടി പ്രൈമറിയിലും ഒരു പടി കൂടുതൽ കെയർസ് തരുന്നത്. ടെർഷ്യറി എന്ന് പറഞ്ഞാല് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെ? വെൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റല്. ഓക്കെ, ദീസ് ആർ ഹോസ്പിറ്റൽ വിത്ത് മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ അല്ലെ? ഇതെന്താണ്? മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ അല്ലെ? കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവൽ ഓഫ് കെയർ നൽകുന്നു. Generally, they offer super speciality care, which is required in the field of cardiac, neuro, nephro, cancer, etc. അല്ലെ? ഇതെന്താണ്? സൂപ്പർ സ്പെഷ്യാലിറ്റി കെയർ ആണ് അല്ലെ? നമുക്ക് അവിടെ ചെന്നാല് ഒരു സ്പെഷ്യാലിറ്റി കെയർ മാത്രമാണ് കിട്ടുന്നത്. വെൽ ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഡോക്ടേഴ്സ് ആയിരിക്കും അല്ലെ? മൾട്ടി സ്പെഷ്യാലിറ്റി ആയിരിക്കും അല്ലെ? മെഡിക്കൽ കോളേജുകളൊക്കെ എക്സാമ്പിൾ ആണ് അല്ലെ? അവിടെ നമുക്ക് എന്താണ്? പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ ലഭിക്കും അല്ലെ? ഇപ്പൊ കാർഡിയാക് അസുഖങ്ങൾ അല്ലെ? ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണെങ്കിൽ അതിനു വേണ്ട ട്രീറ്റ്മെന്റുകൾ ലഭിക്കും അല്ലെ? അതിനുവേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടാവും അല്ലെ? സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. അതേപോലെ എന്താണ്? വൃക്ക സംബന്ധമായ അസുഖങ്ങളാണെങ്കിൽ അല്ലെ? നെഫ്രോ ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്? ഓർത്തോ അല്ലെ? നമ്മുടെ എന്താണ്? ഓർത്തോവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ എല്ല് വിഭാഗവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖങ്ങളാണെങ്കിൽ ഓർത്തോ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ? ന്യൂറോ, നെർവ് സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളാണെങ്കിൽ ന്യൂറോ ഡോക്ടേഴ്സ്. കാർഡിയാക് അല്ലെ? ഹൃദയ സംബന്ധമായ, അല്ലെങ്കിൽ നമുക്ക് എന്താണ്? ക്യാൻസർ പോലുള്ള അസുഖങ്ങളാണെങ്കിൽ എന്തുണ്ടാവും? ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലെ? അങ്ങനെ എന്താണ്? നമുക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി അല്ലെ? സൂപ്പർ സ്പെഷ്യാലിറ്റി കെയർ ആയിരിക്കും. ഡയബറ്റിക്സിലാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ എന്താണ്? നമുക്ക് പലതരത്തിലുള്ള കെയർസും ലഭിക്കുന്നു. ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽ will have most advanced equipment and a doctor's level of qualification and expertise. അപ്പൊ നിങ്ങൾ പറഞ്ഞത് തന്നെ അല്ലെ? എന്താണ്? ടെർഷ്യറി കെയറിലെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെ? കൂടുതൽ എന്താണ്? നല്ല രീതിയിലുള്ള സാങ്കേതിക എക്യുപ്മെന്റുകൾ ഉണ്ടായിരിക്കും. കൂടാതെ എന്താണ്? നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ? The operation theaters and ICU of such a hospital will typically be state of art. State of art അവിടെ പറയുന്നത് എന്താ? നമ്മുടെ ടെർഷ്യറി കെയർ ഹോസ്പിറ്റലിലെ ഇന്റൻസീവ് കെയർ ICU എന്ന് പറയുന്നത് ഇന്റൻസീവ് കെയർ യൂണിറ്റ്.
ഇന്റൻസീവ് കെയർ യൂണിറ്റും ഓപ്പറേഷൻ തിയേറ്റർ എങ്ങനെയുള്ളതായിരിക്കും? വെൽ അഡ്വാൻസ്ഡ് ആയിരിക്കും അല്ലെ, അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയതായിരിക്കും അല്ലെ, ആണോ അല്ലെ? സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലില് അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ എന്താണ് ഇന്റൻസീവ് കെയർ യൂണിറ്റും ഓപ്പറേഷൻ തിയേറ്ററുമായിരിക്കും. അതുകൊണ്ടാണ് അതിനെ സ്റ്റേറ്റ് ഓഫ് ആർട്ട് എന്ന് പറയുന്നത് കേട്ടോ. അത്യാധുനിക സംവിധാനം. പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യാൻ പറ്റും അല്ലെ, അവരെ എന്താണ് ഹാർട്ട് ബീറ്റുകള്, അവരെന്താണ് പൾസ് റേറ്റുകൾ അല്ലെ, BP, അതൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും അല്ലെ. പിന്നെന്താണ് ഗവൺമെന്റ് സിസ്റ്റം. ദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽസ് ആർ ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽ. ഗവൺമെന്റ് സിസ്റ്റത്തിലാണെങ്കിൽ നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് ഏതാ? മെഡിക്കൽ കോളേജുകൾ അല്ലെ. നമുക്ക് എന്താണ് ടെർഷ്യറി കെയർ ഹോസ്പിറ്റലിന് എക്സാമ്പിൾ പറയാവുന്നതാണ്. അപ്പൊ ഇൻ ഗവൺമെന്റ് സിസ്റ്റം മുതലൊന്ന് അടയാളപ്പെടുത്താട്ടോ. ലാസ്റ്റ് സെന്റൻസ് പ്രൈവറ്റിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ഹോസ്പിറ്റൽ പറയാം അല്ലെ. ടെർഷ്യറി കെയറിന് ഒരുപാട് ഹോസ്പിറ്റൽ പറയാലോ. മിംസ് പറയാം, ആസ്റ്റർ പറയാം, ബ്രിണൈ മെഡിസിറ്റി പറയാം അല്ലെ, ഇന്ദിരാഗാന്ധി. ഓക്കെ, ലെവൽ ഓഫ് കെയർ മനസ്സിലായോ? ലെവൽ ഓഫ് കെയർ മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി. ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി ഇന്ത്യാന ഹോസ്പിറ്റൽ. ഓക്കെ, ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന സ്പെഷ്യാലിറ്റി അല്ലെ. ചില ഹോസ്പിറ്റലിൽ എന്താണ്, ചില ഒരു സെക്ഷൻ മാത്രം, ഇപ്പൊ കാർഡിയോളജി സെക്ഷൻ മാത്രം കൈകാര്യം ചെയ്യുന്ന ഹോസ്പിറ്റൽ ഉണ്ടാവുമല്ലോ, കാർഡിയോളജി അത് മാത്രം കൂടുതലോ, അതിനുള്ള കാർഡിയാക്കുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് മാത്രമുള്ള ട്രീറ്റ്മെന്റുകൾ നടക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ എന്താ പറയുന്നത്? ആ ഒരു തരത്തിലുള്ള പേഷ്യൻസിനെ മാത്രം കൈകാര്യം ചെയ്യുന്ന ഹോസ്പിറ്റലിനെ നമ്മൾ എന്ത് പറയാം? സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലേ, ആണോ? ഒന്നിൽ കൂടുതൽ എന്താണ് സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒക്കെ കാർഡിയോളജി ഉണ്ട്, ഓങ്കോളജി ഉണ്ട്, ന്യൂറോ ഉണ്ട്, നെഫ്രോ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് പറയാ ഹോസ്പിറ്റലിനെ? മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലേ. അപ്പൊ അങ്ങനെ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഒരു സ്പെഷ്യാലിറ്റി, ഒരു സ്പെഷ്യലൈസ്ഡ് എന്താണ് അസുഖങ്ങൾക്ക് മാത്രം, ഡിസീസുകൾക്ക് മാത്രം നമ്മൾ എന്താണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെന്താണ് സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഒന്നിൽ കൂടുതലുള്ള സ്പെഷ്യൽ കെയർസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയുന്നു? മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുന്നു. ഓക്കെ, ഹോസ്പിറ്റൽ ഐ കെയർ ക്ലിനിക് അല്ലെ, അഹല്യൊക്കെ പോലെ ഹോസ്പിറ്റൽ അവിടെ എന്താണ് ENT ഡെന്റലിന്റെ മാത്രമുണ്ട് അല്ലെ. അതൊക്കെ സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആണ് അല്ലെ, അല്ലെ. അഹല്യൊക്കെ ഗൈനക്കോളജി സെക്ഷൻ, പീഡിയാട്രീഷ്യൻ. ഓക്കെ, okay, hospital can also be classified on the basis of clinical speciality they offer. എന്താണ് ഹോസ്പിറ്റൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ്, തരംതിരിക്കുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? on the basis of clinical speciality they offer. ആ ഹോസ്പിറ്റല് നമുക്ക് ഓഫർ ചെയ്യുന്ന, പേഷ്യൻസിന് ഓഫർ ചെയ്യുന്ന സ്പെഷ്യാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, hospital which offer cardiac care are classified as cardiac hospital. ഒരു ഹോസ്പിറ്റല് എന്താണ് കാർഡിയാക് കെയർ മാത്രം നൽകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയുന്നു? കാർഡിയാക് ഹോസ്പിറ്റൽ അല്ലേ, ആണോ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഐ മാത്രം, അതിന്റെ സ്പെഷ്യൽ ഹോസ്പിറ്റൽ ആണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? ഐ ഹോസ്പിറ്റൽ അല്ലേ, ആണോ? അഹല്യ അല്ലെ, അഹല്യ ഹോസ്പിറ്റൽ എന്താണ്? ഐയുടെ മാത്രമാണ് അല്ലെ. നെക്സ്റ്റ് എന്താ? വിച്ച് പ്രൊവൈഡ് ക്യാൻസർ ആർ ക്ലാസിഫൈഡ് ആസ്
ഓങ്കോ ഹോസ്പിറ്റൽ എന്താണ്? ക്യാൻസറിനുള്ള മാത്രം ട്രീറ്റ്മെന്റുകളാണ് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്നതെങ്കിൽ അതിനെന്ത് പറയുന്നു? ഓങ്കോ ഹോസ്പിറ്റൽ അല്ലേ? നെക്സ്റ്റ്, a hospital can offer one or more specialty, namely single specialty or multi-specialty hospital. Malabar Cancer Center, അല്ലേ? എന്താണ്? A hospital can offer one or more specialty. ഒരു ഹോസ്പിറ്റലിൽ ചിലപ്പോ ഒരു സ്പെഷ്യാലിറ്റി ആയിരിക്കാം കിട്ടുന്നത് അല്ലെ? അല്ലെ? അതിലേക്ക് നമുക്ക് ഒരു സ്പെഷ്യാലിറ്റി മാത്രമല്ലേ ലഭിക്കുന്നുള്ളൂ? കണ്ണിന്റെ മാത്രം അസുഖങ്ങളല്ലേ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നുള്ളൂ? ഇപ്പൊ പറഞ്ഞ പോലെ എന്താണ് എന്താണ് നമ്മുടെ ക്യാൻസർ, മലബാർ ക്യാൻസർ സെന്റർ അല്ലെ? അവിടെ എന്തിനുള്ള ട്രീറ്റ്മെന്റ്? വാസനൻ ഐ കെയർ ഹോസ്പിറ്റൽ അല്ലെ? അവിടെ എന്താണ്? ക്യാൻസറിന്റെ മാത്രം ട്രീറ്റ്മെന്റ് ആണ് അല്ലെ? അപ്പൊ ഒരു സ്പെഷ്യാലിറ്റി മാത്രമുള്ളെങ്കിൽ നമ്മൾ അതിനെന്ത് പറയുന്നു? RCC അല്ലെ? ട്രിവാൻഡ്രത്ത് എന്താണ്? സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഒന്നിൽ കൂടുതൽ സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയുന്നു? മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുന്നു. Also, depending upon the speciality, that hospital offers the type of resources and its organization is determined. നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഓഫർ ചെയ്യുന്ന സ്പെഷ്യാലിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ ആ ഹോസ്പിറ്റലിന്റെ എന്താവും? വിഭവങ്ങളും ഓർഗനൈസേഷനും ഉണ്ടാവും അല്ലെ? ഇപ്പൊ ഒരു ക്യാൻസർ ബേസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ മാത്രമാണ് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയുള്ള റിസോഴ്സുകളും ഓർഗനൈസേഷനുമായിരിക്കും ഉണ്ടായിരിക്കുന്നത്? കാത്ത് ലാബുകൾ ഉണ്ടാവും അല്ലെ? കാർഡിയാക്കാണെങ്കിൽ കാത്ത് ലാബുകൾ ഉണ്ടായിരിക്കും. ആൻജിയോഗ്രാം ചെയ്യുന്നതിന് ആവശ്യമായ എക്യുപ്മെന്റുകൾ ഉണ്ടായിരിക്കും അല്ലെ? മിസ് കാർഡിയാക്കല്ലേ പറഞ്ഞത്? കാർഡിയാക് ഹോസ്പിറ്റല് കാത്ത് ലാബുകൾ ഉണ്ടായിരിക്കും അല്ലെ? പിന്നെ എന്താണ്? നമുക്ക് ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി അല്ലെ? അത് ചെയ്യുന്നതിന് ആവശ്യമായ ഫെസിലിറ്റീസ്, എക്യുപ്മെന്റുകൾ ഉണ്ടായിരിക്കും. കാർഡിയാക്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. എക്കോ സംവിധാനങ്ങൾ അല്ലെ? എക്കോ ചെയ്യുന്നതിന് ആവശ്യമായ മെഷീനറീസ് ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ നോക്കിയേ, ECG, കാത്ത് ലാബ് എന്ന് പറയുന്നത് നമുക്ക് ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യില്ലേ ഹോസ്പിറ്റലില് പേഷ്യൻസിന്? കാർഡിയാക് ICU ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള പ്രൊസീജിയർ ചെയ്യുന്നതാണ് കാത്ത് ലാബ്. പിന്നെ നമ്മുടെ എക്കോ ടെസ്റ്റുകൾ നടത്തുന്നത്, എക്സ്പീരിയൻസ്, ഇതുമായി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും നഴ്സുമാരും ഉണ്ടായിരിക്കും അല്ലെ? നോക്കിയേ, ഫോർ എക്സാമ്പിൾ, എ കാർഡിയാക് ഹോസ്പിറ്റൽ വിൽ നീഡ് കാത്ത് ലാബ് ആൻഡ് കാർഡിയാക് ICU. എന്താണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർഡിയാക് ഹോസ്പിറ്റലിൽ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്? കാത്ത് ലാബുകളും കാർഡിയാക് ICUവും വേണം അല്ലെ? വൈൽ എൻ ഓങ്കോ ഹോസ്പിറ്റൽ, ഒരു ഓങ്കോ ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ എന്തൊക്കെ വേണം? വിൽ റിക്വയർ റേഡിയേഷൻ തെറാപ്പി യൂണിറ്റ് അല്ലെ? കീമോ ചെയ്യണം, പേഷ്യൻസിന് റേഡിയേഷൻ കൊടുക്കണം അല്ലെ? സർജറീസ് നടത്തണം അല്ലെ? കീമോതെറാപ്പി നടത്തണം, റേഡിയേഷൻ നടത്തണം അല്ലെ? സർജറി ചെയ്യണമെങ്കിൽ സർജറി ചെയ്യണം അല്ലെ? അപ്പൊ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഓങ്കോ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും. ക്ലിയർ ആയത്? ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി ഓക്കെ ആണോ എല്ലാവർക്കും? ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി ഓക്കെ ആണോ? നെക്സ്റ്റ്, ഓണർഷിപ്പ്. ഓണർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്താക്കി രണ്ടായി തരംതിരിക്കാം അല്ലെ? പബ്ലിക് ഹോസ്പിറ്റലും പിന്നെ എന്താണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ. പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ആരുടെ അണ്ടറിലായിരിക്കും? ആരുടെ ഓണർഷിപ്പിലായിരിക്കും പബ്ലിക് ഹോസ്പിറ്റല്? പ്രൈവറ്റ് ആണോ നസീന? ഗവൺമെന്റ് ഓണർഷിപ്പ്, പബ്ലിക്. പബ്ലിക് എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളല്ലേ, പൊതുജനങ്ങളല്ലേ? അപ്പൊ നോക്കിയേ, ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്, ഓണർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ എ ഹോസ്പിറ്റൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഫോളോസ്. എന്താണ്? നമുക്ക് ഓണർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ
ഹോസ്പിറ്റലിൽ താഴെ തന്നിരിക്കുന്നതായി ക്ലാസിഫൈ ചെയ്യുന്നു. ഏതൊക്കെയാണ്? പബ്ലിക് ഹോസ്പിറ്റൽ അല്ലെ, ഹോസ്പിറ്റൽ ഓണർഡ് ബൈ ഗവൺമെന്റ്. ആര് ഓണർഷിപ്പിലാണ്? ആരുടെ ഉടമസ്ഥാവകാശത്തിലാണ്? ഗവൺമെന്റിന്റെ. എക്സാമ്പിൾ പറയാമോ നിങ്ങൾക്ക്? എക്സാമ്പിൾ പറയാമോ? PHC, നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റല്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റല്, മെഡിക്കൽ കോളേജുകൾ അല്ലെ. മെഡിക്കൽ കോളേജ്. ഓക്കെ. സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഹോസ്പിറ്റൽ അല്ലെ. കേന്ദ്ര ഗവൺമെന്റ് താലൂക്ക് മെഡിക്കൽ കോളേജുകള്. സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള അല്ലെ, എന്താണ്, ഉടമസ്ഥാവകാശത്തിലുള്ള ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ മാനേജ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് മാനേജ് ചെയ്യുന്ന അല്ലെ, അവര് കൈകാര്യം ചെയ്യുന്ന ഹോസ്പിറ്റലാണ് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. സച്ച് ആസ് ഏതൊക്കെയാണ്? ഹെൽത്ത് സെന്റേഴ്സ്. ഓക്കെ. നെക്സ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കി. AIIMS, PGIS എക്സെട്ര. ഇതൊക്കെ സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആണ്. AIIMS എന്ന് പറഞ്ഞാല് ഓൾ ഇന്ത്യ. എഴുതിയെടുത്തോട്ട, ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നതാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് All India Institute of Medical Science. All India Institute of Medical Science. നമുക്ക് ഇന്ത്യയില് 13 സ്ഥലങ്ങളിലാണ് AIMS ഉള്ളത്. അതില് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ കൂടുതൽ നമ്പർ 1 ഹോസ്പിറ്റൽ എന്ന് പറയില്ലേ AIMS-ലെ നമ്പർ 1 ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലുള്ള AIMS ആണ്. ഓക്കെ ആയോ? ചോദിക്കില്ല കേട്ടോ, ഇതൊന്നും ക്വസ്റ്റ്യൻ വരില്ല. ജസ്റ്റ് AIIMS മാത്രം ചോദിക്കുള്ളൂ. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. സെൻട്രൽ ഗവൺമെന്റ് അധീനതയില് നമ്മുടെ ഇന്ത്യയിലെ 13 ഹോസ്പിറ്റൽ AIMS ആണ് ഉള്ളത്. അതില് നമ്പർ 1 AIMS സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഓക്കെ ആയോ? നെക്സ്റ്റ് PGI എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ്. ന്യൂഡൽഹിയിലാണ് AIIMSന്റെ നമ്പർ 1 ഹോസ്പിറ്റൽ. നമുക്ക് 13 സ്ഥലങ്ങളിലുണ്ട്. 13 ഭോപ്പാലിലുണ്ട്, നാഗ്പൂരിലുണ്ട്, അങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്പർ 1 ഫെസിലിറ്റീസ്, നമ്പർ 1 ഹോസ്പിറ്റൽ എന്ന് പറയില്ലേ AIMSന്റെ, അത് ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആയോ? നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊന്നും പഠിക്കാനില്ല കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടി, നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും എവിടെയൊക്കെയാണ് അങ്ങനെയൊക്കെ ആലോചിച്ചാല് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് മിസ് പറഞ്ഞത് കേട്ടോ. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ അധീനതയിലുള്ള ഹോസ്പിറ്റലാണ് AIIMS. നമ്മുടെ ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലാണ് AIMS സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഭോപ്പാലില്, നാഗ്പൂരിലൊക്കെ ഇത് AIMS സ്ഥിതി ചെയ്യുന്നുണ്ട്. പറയാം കേട്ടോ, PGI പറയാം. അപ്പൊ ഇതിലെ മോസ്റ്റ് നമ്പർ 1 ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന AIIMS ആണ്. നെക്സ്റ്റ് PGI എന്ന് പറഞ്ഞത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ അധീനതയിലാണ്, സെൻട്രൽ ഗവൺമെന്റിന്റെ ഓണർഷിപ്പിലാണ്. ഇതില് നമുക്ക് എഡ്യൂക്കേഷനിലെ നമ്മുടെ ഡോക്ടേഴ്സ് MBBS പോലെയുള്ള എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ മെഡിക്കൽ റിസർച്ചുകൾ നടത്തുന്നുണ്ട്. പിന്നെ എന്താണ്, നമുക്ക് പഠിച്ചതിന് ശേഷം ട്രെയിനിങ്ങുകൾ കിട്ടണ്ടേ? MBBS പാസ്സായ ആളുകൾക്കൊക്കെ അവർക്ക് റിസർച്ച് നടത്തണം അല്ലേ? വേണോ? റിസർച്ചുകൾ നടത്തണ്ടേ? അപ്പൊ അതിനുള്ള ട്രെയിനിങ്ങുകളൊക്കെ, അങ്ങനെയുള്ള ട്രെയിനിങ് ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് PGIS. ക്ലിയർ ആയോ?
PGIS, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഈ മെഡിക്കൽ കോളേജിലും അവിടെ പഠിപ്പിക്കുന്നുണ്ടോ കുട്ടികളെ? ബേസിക് എന്താണ്? BSc നഴ്സിംഗ് പഠിപ്പിക്കുന്നുണ്ട് അല്ലെ? ജനറൽ നഴ്സിംഗ് പഠിപ്പിക്കുന്നുണ്ട് അല്ലെ? MBBS പഠിപ്പിക്കുന്നില്ലേ? ഉണ്ടോ? ഉണ്ട്. അതേപോലെ എന്താണ് മെഡിക്കൽ കോളേജിൽ അതേപോലെ എന്താണ് ഉണ്ട്. മിസ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചാണ് ഉണ്ട്. അതേപോലെ എന്താണ് നമ്മുടെ സ്റ്റുഡൻസിന് എന്താണ് MBBS അല്ലെ ഡോക്ടറിന് ആവാനുള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ BSc നഴ്സിംഗ് പോലെയുള്ള എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ എന്താണ് മെഡിക്കൽ റിസർച്ചുകൾ നടത്തുക. പിന്നെ എന്താണ് ഈ പഠിച്ചിറങ്ങിയവർക്ക് ട്രെയിനിങ് കൊടുക്കണം അല്ലെ? അങ്ങനെയുള്ള ട്രെയിനിങ്ങുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഹോസ്പിറ്റലാണ് PGI. PGI നമ്മുടെ ചണ്ഡീഗറില് PGIS സ്ഥിതി ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ജസ്റ്റ് നിങ്ങൾ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടൊന്നും പഠിക്കണ്ട കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം മിസ് പറഞ്ഞു തരുന്നതാണ്. PGI എന്ന് പറഞ്ഞാല് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ ആയോ? അത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോ. നെക്സ്റ്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ. എന്താണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എക്സാമ്പിൾ പറഞ്ഞേ? നിങ്ങൾ പറഞ്ഞല്ലോ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അല്ലേ? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ those managed by state government. എന്താണ് സ്റ്റേറ്റ് ഗവൺമെന്റ് മാനേജ് ചെയ്യുന്ന അല്ലെ കൈകാര്യം ചെയ്യുന്ന ഹോസ്പിറ്റലിനെയാണ് നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. സച്ച് ആസ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആണ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. അത് പറയണ്ടല്ലോ, അതൊക്കെ അറിയാലോ. എക്സ്പ്ലനേഷൻ വേണോ? നെക്സ്റ്റ് മുനിസിപ്പൽ ഹോസ്പിറ്റൽ. ദോസ് മാനേജ്ഡ് those managed by district administration. നമ്മുടെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അല്ലെ മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റൽ ആണ് മുനിസിപ്പൽ ഹോസ്പിറ്റൽ. നെക്സ്റ്റ് PSU ഹോസ്പിറ്റൽ. PSU എന്ന് പറഞ്ഞാല് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. അതൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. PSU സ്റ്റാൻഡ്സ് ഫോർ എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. PSU പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഹോസ്പിറ്റൽ. എക്സാമ്പിൾ പറയാമോ? പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഹോസ്പിറ്റലിന് പബ്ലിക് PSU കൈകാര്യം ചെയ്യുന്ന those managed by specific PSU. എന്താണ് മുനിസിപ്പൽ ഹോസ്പിറ്റൽ? ഡിസ്ട്രിക്ട് അടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്യുന്ന അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്ന ഹോസ്പിറ്റലാണ് മുനിസിപ്പൽ ഹോസ്പിറ്റൽ. നമ്മുടെ വീടിന്റെ അടുത്തുള്ള PHSC അല്ലെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഒക്കെ ആരാണ് കൈകാര്യം ചെയ്യുന്നത്? തലശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റൽ. താലൂക്ക് ഹോസ്പിറ്റലില്ലേ? താലൂക്ക് ഹോസ്പിറ്റല് സബ് ഡിവിഷണൽ ഹോസ്പിറ്റല് ഡിവിഷണൽ ഹോസ്പിറ്റല് താലൂക്ക് ഹോസ്പിറ്റലൊക്കെ മുനിസിപ്പൽ ഹോസ്പിറ്റലിന് മുനിസിപ്പൽ ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആണ്. അത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഡിസ്ട്രിക്ട് ലെവലിലുള്ള ആളുകളായിരിക്കും ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ കൈകാര്യം ചെയ്യുന്നത്. അവർക്ക് ആവശ്യമായ റിസോഴ്സുകൾ എത്തിച്ചു കൊടുക്കുക, അവർക്ക് ആവശ്യമായ ഫണ്ടുകൾ അനുവദിച്ചു കൊടുക്കുന്നത് ആർക്കായിരിക്കും? മുനിസിപ്പൽ അതുമായി ബന്ധപ്പെട്ട ആളുകളായിരിക്കും. നെക്സ്റ്റ് ക്ലിയർ ആയോ? നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലില്ലേ? താലൂക്ക് ഹോസ്പിറ്റൽ കേട്ടിട്ടില്ലേ? അതൊക്കെ എന്താണ്? മുനിസിപ്പൽ ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആണ് കേട്ടോ. എഴുതി വെച്ചോട്ടോ. അതിന്റെ കൂടെ തന്നെ എക്സാമ്പിൾ ഇല്ലാത്തത് അതിന്റെ കൂടെ തന്നെ എഴുതി വെച്ചോട്ടാ. മുനിസിപ്പൽ ഹോസ്പിറ്റലിന്റെ എക്സാമ്പിൾ ആണ് താലൂക്ക് ഹോസ്പിറ്റൽ. നെക്സ്റ്റ് PSU പബ്ലിക് സെക്ടർ ഹോസ്പിറ്റൽ. നമ്മൾ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ അല്ലേ? റെയിൽവേ ഹോസ്പിറ്റൽ അല്ലേ? അതേപോലെ കോയൽ ഇന്ത്യ ലിമിറ്റഡ് ഹോസ്പിറ്റൽ അല്ലേ? കൽക്കരി ഖനന ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടൊക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ?
അതൊക്കെയാണ് PSU ഹോസ്പിറ്റൽ. അതെന്താണ്, ആരാണ് മാനേജ് ചെയ്യുന്നത്? ഗവൺമെന്റ് ഓണർഷിപ്പിലുള്ള കോപ്പറേറ്റീവ്സ് അല്ലേ? കോർപ്പറേറ്റീവ് ആയിരിക്കും, പക്ഷെ ആരാണ്? ഗവൺമെന്റ് ഓണർഷിപ്പിലല്ലേ? ഇപ്പൊ നമ്മുടെ റെയിൽവേ, കോയൽ ഇന്ത്യ ലിമിറ്റഡ് ഒക്കെ ആരുടെ കീഴിലാണ്? ഗവൺമെന്റിന്റെ അണ്ടറിലുള്ളതല്ലേ? ഗവൺമെന്റിന്റെ അണ്ടറിലുള്ളതല്ലേ? ഇന്ത്യൻ റെയിൽവേ അല്ലേ? ഇന്ത്യൻ റെയിൽവേ അല്ലേ? 50% അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ഇന്ത്യൻ റെയിൽവേ ഒക്കെ ആരെയാണ്? നമ്മുടെ ഗവൺമെന്റിന്റെയാണ്. ഗവൺമെന്റ് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റലാണ്. അപ്പൊ അവര് നടത്തുന്ന ഹോസ്പിറ്റലാണ് PSU, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഹോസ്പിറ്റൽ. എക്സാമ്പിൾ നമ്മുടെ റെയിൽവേ ഹോസ്പിറ്റൽ, കോയൽ ഇന്ത്യ ലിമിറ്റഡ് ഒക്കെ എന്താണ്? നമ്മുടെ PSU ഹോസ്പിറ്റലിന്റെ എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ. നമ്മൾ കാണുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അല്ലേ? ഹോസ്പിറ്റൽ ഓണഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഓർ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ, ഒരു പേഴ്സൺസിന്റെ ഓണർഷിപ്പിലുള്ള, ഉടമസ്ഥാവകാശത്തിലുള്ള ഹോസ്പിറ്റലിനെയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ. നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ മെയിൻ ഇതെന്തായിരിക്കും? പർപ്പസ് എന്തായിരിക്കും? ഉദ്ദേശം എന്തായിരിക്കും? ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ സർവീസുമാണോ? സർവീസും പിന്നെ എന്തുണ്ട്? പ്രോഫിറ്റ് അല്ലേ? ലാഭമില്ലേ? ലാഭമില്ലേ? പ്രോഫിറ്റ്. ബിസിനസ് ആയിരിക്കും അവർക്ക് അല്ലേ ഇത്? അപ്പൊ എന്താ? പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ. എന്താണ്? ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ലാഭമായിരിക്കും, പ്രോഫിറ്റ് ആയിരിക്കും. ഹോസ്പിറ്റൽ ദാറ്റ് ഹാവ് എ ബിസിനസ് പർപ്പസ്. അവർക്ക് എന്താണ്? ഒരു സർവീസ് അല്ല അവർ കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത്, ഒരു ബിസിനസ് പർപ്പസ് അല്ലെ ആയിരിക്കും. ഇൻഡിവിജ്വൽ ഓർ പാർട്ട്ണർഷിപ്പ് എന്താണ്? ചിലപ്പോ ഒരു വ്യക്തി മാത്രം തുടങ്ങിയ, ഒരു വ്യക്തിയുടെ ഉടമസ്ഥാവകാശത്തിൽ മാത്രമായിരിക്കാം, അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകൾ കൂടി ചേർന്നിട്ട് അല്ലെ പാർട്ട്ണർഷിപ്പിൽ തുടങ്ങിയിട്ടുള്ള ഹോസ്പിറ്റൽ ആയിരിക്കാം. ഹോസ്പിറ്റൽ ദാറ്റ് ആർ ഓണഡ് ബൈ ഇൻഡിവിജ്വൽ ഓർ ഇൻ പാർട്ട്ണർഷിപ്പ്. ഒരാൾ മാത്രമായിരിക്കാം അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് അല്ലെ, രണ്ടോ മൂന്നോ ആളുകള് എന്താണ് പൈസ എടുത്തും കാണിട്ട് നടത്തുന്നതായിരിക്കാം. നെക്സ്റ്റ് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ. കേട്ടിട്ടില്ലേ? കോർപ്പറേറ്റീവ് ഹോസ്പിറ്റൽസ് എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെയുള്ള കോർപ്പറേറ്റ് അതെന്താണ്? പബ്ലിക് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണ് അല്ലെ? ഹോസ്പിറ്റൽ ഓണർഡ് ബൈ പ്രൈവറ്റ് കമ്പനി. ഒരു പ്രൈവറ്റ് കമ്പനിയുടെ പ്രോഫിറ്റും സർവീസ് ഉദ്ദേശിക്കുന്നുണ്ടാവാം, പക്ഷെ അവരെന്താണ്? അവരാണ് കൂടുതൽ അല്ലെ? ഇപ്പൊ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആവുമ്പോ അവരല്ലേ പൈസ എടുക്കുന്നത്? ഒരുപാട് പൈസ ചെലവാക്കിയല്ലേ അവര് ആ ഒരു ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവും, മെഷീനറീസ് ഉണ്ടാവും, ഡോക്ടേഴ്സിനെ നിർത്തുന്നുണ്ടാവും. അപ്പൊ അവർക്ക് ആ ചിലവാക്കിയ പൈസ അവർക്ക് കിട്ടണ്ടേ? പ്രോഫിറ്റ് ലഭിക്കണ്ടേ? അവർക്ക് മുതൽ മുടക്കിന് കിട്ടണോ? വേണം അല്ലെ? അപ്പൊ അവര് സർവീസ് മാത്രം അവര് ബേസ് ചെയ്താല് അവര് ചെലവാക്കിയ പൈസ കിട്ടോ? സർവീസ് മാത്രം ബേസ് ചെയ്തിട്ടാണ് അവര് പ്രവർത്തിക്കുന്നതെങ്കിൽ അവർക്ക് പൈസ കിട്ടോ? ഇല്ല. അപ്പൊ അവരെന്ത് ചെയ്യും? പ്രോഫിറ്റും കൂടെ ബേസ് ചെയ്യും അല്ലെ? പ്രോഫിറ്റും കൂടെ നോക്കിയിട്ടല്ലേ നടത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റലാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ. പക്ഷെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ, നമുക്ക് ചാരിറ്റി ബേസ് ചെയ്ത് നടത്തുന്ന ഹോസ്പിറ്റൽ ഉണ്ട് കേട്ടോ. ചാരിറ്റി ബേസ് ചെയ്ത് നടത്തുന്ന ബിസിനസ് പർപ്പസിനല്ലാതെ ചാരിറ്റി ബേസ് ചെയ്ത് നടത്തുന്ന ഹോസ്പിറ്റൽ ഉണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലില്. ഓക്കെ. കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ എന്താണ്? ഹോസ്പിറ്റൽ ഓണഡ് ബൈ പ്രൈവറ്റ് കമ്പനി. ഒരു പ്രൈവറ്റ് കമ്പനി നടത്തുന്ന ഹോസ്പിറ്റൽ അല്ലെ? നമുക്ക് നിങ്ങളുടെ ചുറ്റുപാടിൽ കേട്ടിട്ടുണ്ടോ കോർപ്പറേറ്റീവ് ഹോസ്പിറ്റൽസ്? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റൽ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഉടമസ്ഥാവകാശത്തിൽ നടത്തുന്ന ഹോസ്പിറ്റലാണ് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ. നെക്സ്റ്റ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ്. എന്താണ്? നമ്മുടെ ലാഭം പ്രോഫിറ്റ് ബേസ് ചെയ്യാണ്ട് നടത്തുന്ന ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ ഓണഡ് ബൈ NGO അല്ലെ?
NGO ഒക്കെ നടത്തുന്ന ഹോസ്പിറ്റല് അല്ലെങ്കിൽ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ദാറ്റ് ഡു നോട്ട് ഹാവ് എ ബിസിനസ് പർപ്പസ് കണക്റ്റഡ് വിത്ത് ഇറ്റ്. എന്താണ് ഈ NGO നടത്തുന്നത് അല്ലെങ്കിൽ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ നടത്തുന്ന ഹോസ്പിറ്റലൊക്കെ എന്താണ് അവർ നടത്തുന്നത് ഒരു ബിസിനസ് പർപ്പസ് അല്ലെ, ഒരു ബിസിനസ് ഉദ്ദേശത്തിന് വേണ്ടിയല്ല. അവരെന്താണ് ഒരു സർവീസ് മാത്രം ലക്ഷ്യമാക്കി നടത്തുന്ന ഹോസ്പിറ്റൽ ആയിരിക്കും അല്ലെ. അപ്പൊ ഈ പാലിയേറ്റീവ് കെയർ ഹോസ്പിറ്റൽ ഒക്കെ പറയാമില്ലേ, പറഞ്ഞൂടെ? പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണല്ലേ, ഗവൺമെന്റ് നടത്തുന്നതാണോ? NGO എന്ന് പറഞ്ഞാല് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. പാലിയേറ്റീവ് കെയർ ഹോസ്പിറ്റൽ എങ്ങനെയാണ്? അവര് പ്രോഫിറ്റ് ലക്ഷ്യമാക്കിയാണോ നടത്തുന്നത് പാലിയേറ്റീവ് കെയർ? ആണോ? അല്ല അല്ലെ. എന്താണ് അവർക്ക് അതൊരു സർവീസ് അല്ലേ, സർവീസ് ആണ് അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ് നമ്മുടെ എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആയോ? അത് ഒരു എക്സാമ്പിളോട് പറയണം. ഈ ക്രിസ്ത്യൻ മിഷണറീസ് നടത്തുന്ന ഹോസ്പിറ്റൽ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ചുറ്റുപാടൊക്കെ കണ്ടിട്ടുണ്ടാവും ക്രിസ്ത്യൻ മിഷണറീസ് നടത്തുന്നത്. അവരുടെ ഉടമസ്ഥാവകാശത്തിൽ നടത്തുന്ന ഹോസ്പിറ്റല് ഇല്ലേ? അതൊക്കെ ഈ നോൺ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ ആണ്. അവരെന്താണ് അവരൊക്കെ സർവീസ് ബേസ് ചെയ്തിട്ടായിരിക്കും അധികം പൈസ പേഷ്യൻസിൽ നിന്ന് ഈടാക്കാതൊക്കെ കൊടുക്കുന്ന സർവീസ് ആയിരിക്കും. ക്ലിയർ ആയോ? എല്ലാമല്ല ചില ഹോസ്പിറ്റല്, എല്ലാമല്ല ചില ഹോസ്പിറ്റല്. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ക്ലിയർ ആയില്ലേ? ഓണർഷിപ്പ്. നെക്സ്റ്റ് സിസ്റ്റം ഓഫ് മെഡിസിൻ. സിസ്റ്റം ഓഫ് മെഡിസിൻ മിസ് ആദ്യം പറഞ്ഞപ്പോ പറഞ്ഞു നമ്മ ഏതൊക്കെ സിസ്റ്റം ഓഫ് മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ട് പൊതുവെ? സിസ്റ്റം ഓഫ് മെഡിസിൻ അലോപ്പതി ഉപയോഗിക്കുന്നുണ്ട്, ആയുർവേദം ഉപയോഗിക്കുന്നുണ്ട്, ഹോമിയോ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ളതൊക്കെയാണ് സിസ്റ്റം ഓഫ് മെഡിസിൻ. എന്താ ഇൻ മോഡേൺ വേൾഡ് അലോപ്പതി ആസ് എ സിസ്റ്റം ഓഫ് മെഡിസിൻ അല്ലെ. ഇപ്പൊ മോഡേൺ യുഗത്തില് മോഡേൺ വേൾഡില് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഏത് മെഡിസിൻ ആണ്? ഇംഗ്ലീഷ് മരുന്നുകളാണ് അല്ലെ, അലോപ്പതി മരുന്നുകളല്ലേ ആണോ? ആയുർവേദ എന്തെങ്കിലും അസുഖം വന്നാല് നമ്മ ഇതാ ഓടി എന്റെ ഇംഗ്ലീഷ് ഡോക്ടറിനെ അലോപ്പതി ഡോക്ടറിനെ ആയിരിക്കും അല്ലെ കാണാൻ പോകുന്നത്. നേരെ ആയുർവേദ ഡോക്ടറിനെ കാണാനോ ഹോമിയോ ഡോക്ടറെ കാണാൻ പോവോ? ഇല്ല. എന്താണ് ഇൻ മോഡേൺ വേൾഡ് അലോപ്പതി ആസ് എ സിസ്റ്റം ഓഫ് മെഡിസിൻ. നമ്മുടെ മോഡേൺ വേൾഡില് എന്താണ് അലോപ്പതി ആണ് അല്ലെ ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ. ഈസ് മെയിൻലി യൂസ്ഡ് ആസ് എ സിസ്റ്റം ഓഫ് മെഡിസിൻ. മോഡേൺ വേൾഡിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അലോപ്പതിയാണ്. However in India Ayurveda, homeopathy and Unani are also acknowledged system of medicine and preferred by many people. എന്താണ് നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകൾ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട് സിസ്റ്റം? എന്തൊക്കെ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്? ആയുർവേദ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, ഹോമിയോപ്പതി ആൻഡ് യുനാനി അങ്ങനെയുള്ള മെഡിസിൻ എല്ലാം നമ്മുടെ ഇന്ത്യയിലെ പീപ്പിൾസ് ജനങ്ങള് ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. യുനാനി മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷനിൽ എടുത്തോ യുനാനി മെഡിസിൻ? യുനാനി പറയുന്നില്ലേ ഇൻട്രൊഡക്ഷനില്? അപ്പൊ യുനാനി എവിടെ നിന്ന് വന്നൊരു ചികിത്സാ സമ്പ്രദായമാണ്? എവിടെ നിന്ന് വന്നാണ്? സിദ്ധ ആണ്. സിദ്ധ ട്രീറ്റ്മെന്റ് ആണ് നമ്മുടെ എന്താണ് തമിഴ്നാടിൽ നിന്ന് വന്നത്. യുനാനി വന്നത് ഗ്രീക്കിൽ നിന്നാണ് കേട്ടോ, ഗ്രീക്കിൽ നിന്നാണ്. എന്നിട്ട് നമ്മുടെ അറബികള് അതിനെ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടാണ് ഇന്ന് നിലവിലുള്ള യുനാനി ട്രീറ്റ്മെന്റ് വന്നിരിക്കുന്നത്. എന്താണ് ഗ്രീക്കിൽ നിന്നാണ് നമ്മുടെ യുനാനി മെഡിസിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. അതിലെന്ത് പറ്റി? അറബികൾ കുറെ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടാണ്
അക്യുപഞ്ചർ. ഓക്കെ, ഇന്ന് നിലവിലുള്ള ട്രീറ്റ്മെന്റിലേക്ക് വന്നത് ഈ നമ്മുടെ ഫാദർ ഓഫ് യുനാനി മെഡിസിൻ എന്ന് പറയുന്നത് ഹിപ്പോക്രാറ്റസ് ആണ്. ഫാദർ ഓഫ് യുനാനി മെഡിസിന് ഹിപ്പോക്രാറ്റസ് ആണ്. ഇതൊക്കെ പഠിച്ചാലേ, ഇൻട്രൊഡക്ഷനിൽ പഠിച്ചാലേ. പിന്നെ എന്ത് പഠിച്ചോ? യുനാനി മെഡിസിൻ എന്തിനെ ബേസ് ചെയ്താണ്? യുനാനി മെഡിസിൻ എന്തിനെ ബേസ് ചെയ്താണ് ട്രീറ്റ്മെന്റ് നടത്തുന്നത്? അറിയോ? നമ്മുടെ ശരീരത്തില് നമ്മുടെ യുനാനി മെഡിസിൻ അനുസരിച്ച് അവര് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തില് 4 ദ്രവങ്ങളാണുള്ളത്. പറയുന്നുണ്ട്. ബ്ലഡ് ഉണ്ട്, ഫ്ലം ഉണ്ട്, ബ്ലഡ്, ഫ്ലം, ബൈല്, ബ്ലാക്ക് ബൈല്. അപ്പൊ ബ്ലഡ്, ഫ്ലം എന്ന് പറയുന്നത് കഫം ഇല്ലേ, കഫം, കഫമാണ്. പിന്നെ ബൈൽ എന്ന് പറയുന്നത് പിത്തം. അതേപോലെ ബ്ലാക്ക് ബൈൽ എന്ന് പറയുന്നത് കറുത്ത പിത്തം. അങ്ങനെയുള്ള 4 ദ്രവങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അപ്പൊ ഈ ദ്രവങ്ങളുടെ എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ അല്ലെ, അളവിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ വരാം അല്ലെ, കൂടുക കുറയുക, അതല്ലെങ്കിൽ എന്തിനാണ് അതിന്റെ സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസങ്ങളാണ് നമുക്ക് അസുഖങ്ങൾ വരാൻ കാരണമാവുന്നത്. ക്ലിയർ ആയോ? നമ്മള് ബ്ലഡിൽ എന്താണ്, ബ്ലഡിന്റെ മെഷർമെന്റിൽ അല്ലെ, ബ്ലഡിന്റെ അളവിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ വരാം, അതല്ലെങ്കിൽ അതിന്റെ സ്വഭാവത്തില് ക്യാരക്ടറിസ്റ്റിക്സിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നത് കൊണ്ടാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത്. അപ്പൊ യുനാനി മെഡിസിൻ അനുസരിച്ച് അവരെന്ത് ചെയ്യുന്നു? ഈ ഏറ്റക്കുറച്ചിലുകള്, അതല്ലെങ്കിൽ ഈ ദ്രവങ്ങളിൽ വരുന്ന ഏറ്റക്കുറച്ചില്, അതല്ലെങ്കിൽ അതിന്റെ സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്താണ്, സ്വഭാവത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലൊക്കെ മാറ്റി കാണിട്ട് നമ്മുടെ അസുഖം ഭേദമാക്കാനായിട്ട് നോക്കുന്നു. അപ്പൊ അതിനു വേണ്ടി അവർ കൊടുക്കുന്നത് പച്ചമരുന്നുകളോ അല്ലെങ്കിൽ എന്താണ് പൊടികളോ അല്ലെങ്കിൽ കഷായങ്ങളോ ഒക്കെ ആയിരിക്കും ഈ യുനാനി മെഡിസിൻ അനുസരിച്ച് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? നമ്മുടെ ഈ ശരീരത്തിലുള്ള ഈ ദ്രവങ്ങളിൽ വരുന്ന ഏറ്റക്കുറച്ചിലോ അല്ലെങ്കിൽ അതിന്റെ സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസങ്ങളോ ആണ് അസുഖങ്ങൾ ഉണ്ടാകാൻ കാരണം. അപ്പൊ അവർ ആ സ്വഭാവങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അതല്ലെങ്കിൽ ആ ഏറ്റക്കുറച്ചിലുകൾ മാറ്റിയിട്ടാണ് നമ്മുടെ അസുഖങ്ങൾ ഭേദമാക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് even though such hospitals are few in numbers, there is an increasing interest of people in availing treatment of this system of medicine. നമ്മുടെ ഇന്ത്യയില് even though such hospitals are few in numbers അല്ലെ, നമ്മുടെ അലോപ്പതിയുടെ അത്രയും നമുക്ക് ആയുർവേദ ഹോസ്പിറ്റല് അല്ലെങ്കിൽ ഹോമിയോപ്പതി ഹോസ്പിറ്റല് അല്ലെങ്കിൽ യുനാനി ഹോസ്പിറ്റൽ ഒക്കെ നമുക്ക് കാണാൻ കഴിയോ? നമ്മുടെ ചുറ്റുപാട് അലോപ്പതിയുടെ അത്രയും കാണാൻ പറ്റോ? ഇല്ല അല്ലെ. എന്താണ് നമ്മുടെ അലോപ്പതിനനുസരിച്ച് ആയുർവേദ ഹോസ്പിറ്റല് അല്ലെങ്കിൽ യുനാനി ഹോസ്പിറ്റല് ഹോമിയോപ്പതി ഹോസ്പിറ്റലിന്റെ എണ്ണം വളരെ കുറവാണ് അല്ലെ. There is an increasing interest of people in availing treatment of this system of medicine. ഇപ്പൊ എന്താണ് പീപ്പിൾസിന്, ജനങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റ് വരുന്നുണ്ടോ? അലോപ്പതി വിട്ടും കാണിട്ട് അവര് കുറച്ച് ഹോമിയോപ്പതിയിലേക്ക് അല്ലെ അല്ലെങ്കിൽ ആയുർവേദയിലേക്ക് മാറുന്നുണ്ടോ? യുനാനി മെഡിസിനിലേക്കൊക്കെ മാറുന്നുണ്ടോ? ഇപ്പൊ ചെറിയ കുട്ടികൾ മാറുന്നില്ല. ഒരു ചെറിയ ഒരു കൊച്ചു ജനിച്ചു കഴിഞ്ഞാൽ ആദ്യ ആളുകൾ എന്തായിരിക്കും പറയുന്നത്? ആ കൊച്ചിന് അസുഖം വന്നാൽ ആദ്യം ഇങ്ങോട്ട് കൊണ്ടുപോകാനൊക്കെ ആളുകൾ പറയുന്നേ ഹോമിയോപ്പതി അല്ലേ ആണോ? എന്താ ഇംഗ്ലീഷ് മരുന്നാണോ? അപ്പൊ മിക്കവരും പറയുന്നത് എന്താ? ഹോമിയോപ്പതി, ഹോമിയോ ഡോക്ടർക്കാണ് അല്ലെ. ആ മരുന്നുകൾക്ക് എന്താ സൈഡ് ഇഫക്റ്റ് ഇല്ല അല്ലെ. അത് പിടിച്ചു കഴിഞ്ഞാല് കുട്ടികൾക്ക് പിടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് അല്ലെ. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ? അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചേഞ്ചസ് വന്നത്? പീപ്പിൾസിന് അതിനോടൊരു ഇൻട്രസ്റ്റ് വന്നത് കൊണ്ടല്ലേ, താല്പര്യം വന്നത് കൊണ്ടല്ലേ. ഇൻക്രീസ് ഇൻ ഇൻട്രസ്റ്റ്, സൈഡ് എഫക്റ്റ് ഇല്ല. പീപ്പിൾസിന് there is a increase in interest of people. എന്താണ്? പീപ്പിൾസിന് ഈ സിസ്റ്റത്തിനോട്, നമ്മുടെ ഹോമിയോപ്പതിനോട് ആയുർവേദ ഹോസ്പിറ്റലിനോടൊക്കെ എന്താണ് ഒരു ഇൻട്രസ്റ്റ് വന്നേക്കാണ് അല്ലെ. ഇൻട്രസ്റ്റ്
താല്പര്യം വർദ്ധിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് എന്താ അവര് ഇങ്ങനെയുള്ള മെഡിസിൻ, ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകളിലേക്ക് തിരിയുന്നു. നമ്മുടെ ആയുർവേദമാണെങ്കിലും അവർ എന്തിൽ നിന്നാണ് നമുക്ക് മരുന്നുകൾ ഉണ്ടാക്കി തരുന്നത്? പച്ചമരുന്നുകളാണ് അല്ലെ? പ്ലാന്റ്സിൽ നിന്ന്, ലീഫിൽ നിന്ന്, പ്ലാന്റ്സിൽ നിന്നൊക്കെ ആയിരിക്കും അല്ലെ? അപ്പൊ അത് കഴിച്ചത് കൊണ്ട് നാച്ചുറൽ പ്ലാന്റ്സ്, അത് കഴിച്ചത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റുകൾ വരുമോ? മോഡേൺ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നമുക്ക് എന്താണ് കൂടുതൽ നമുക്ക് എഫക്റ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്താണ്? അലോപ്പതിയാണ് അല്ലെ? അലോപ്പതിയാണ് അല്ലെ? പേഷ്യൻസിന്, ആളുകൾക്ക് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് അലോപ്പതിയാണ്. എന്നിരുന്നാലും എന്താണ് ഇപ്പൊ ആളുകളിൽ ഇടയിൽ എന്താണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് വന്നിരിക്കുകയാണ് നമുക്ക് ആയുർവേദം തിരഞ്ഞെടുക്കാൻ, അല്ലെങ്കിൽ യുനാനി തിരഞ്ഞെടുക്കാൻ, അല്ലെങ്കിൽ ഹോമിയോപ്പതി തിരഞ്ഞെടുക്കാനായിട്ട് ആളുകളുടെ ഇടയിൽ ഒരു താല്പര്യം വർദ്ധിച്ചു വരുന്നു. ഓക്കെ ആയോ? നെക്സ്റ്റ് ലെങ്ത് ഓഫ് സ്റ്റേ. ലെങ്ത് ഓഫ് സ്റ്റേ മീൻസ് ആദ്യം തന്നെ എന്താണ് ഒരു ഹോസ്പിറ്റലില് നമ്മൾ സ്റ്റേ ചെയ്യുന്നതിന്റെ കാലയളവ് അല്ലേ? നമ്മളെ അഡ്മിറ്റ് ആക്കുന്നതിന്റെ കാലയളവ് അനുസരിച്ച് ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യുന്നു. രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു: ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ ആൻഡ് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ. On the basis of length of stay generally needed for a patient in hospital can be classified as long stay hospital and short stay hospital. എന്താണ് ഹോസ്പിറ്റലില് നമ്മൾ സ്റ്റേ ചെയ്യുന്നതിന്റെ കാലയളവ് ലെങ്ത് അനുസരിച്ച് ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യുന്നു. എന്തൊക്കെയാണ് ലോങ് സ്റ്റേ ഹോസ്പിറ്റലും ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലും? ഫസ്റ്റ് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ. പേഷ്യൻസ് ഇൻ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ are required to be admitted for a relatively shorter period such as 1 or 2 days up to 20 days. നമുക്ക് ഒരു പേഷ്യൻസിന് ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ അല്ലെങ്കിൽ കൂടി വന്നാൽ ഒരു 20 ദിവസം വരെ അഡ്മിറ്റ് ആക്കുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ അല്ലേ? Most hospitals that we see in our locality are short stay hospital. നമ്മുടെ ലൊക്കാലിറ്റിയില്, നമ്മുടെ ചുറ്റുപാട് നമ്മൾ കണ്ടുവരുന്ന മിക്ക ഹോസ്പിറ്റലും എങ്ങനെയുള്ളതാണ്? അവിടെ നമ്മൾ 1 മാസം അല്ലെങ്കിൽ 2 മാസം അല്ലെങ്കിൽ 1 വർഷമൊക്കെ കടുത്ത് അവിടെ കൂടി വന്നാൽ ഒരു 7 ദിവസം അല്ലെ? കൂടി വന്നാൽ മാക്സിമം ഒരു 7 ദിവസമൊക്കെ അല്ലേ കടുത്തുള്ളൂ. അപ്പൊ അതെന്താണ് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ അല്ലെ? നമ്മുടെ മോസ്റ്റ് ഹോസ്പിറ്റൽ ദാറ്റ് വി സീ ഇൻ അവർ ലൊക്കാലിറ്റി, നമ്മുടെ ലൊക്കാലിറ്റിയെ, നമ്മുടെ ചുറ്റുപാട് നമ്മൾ കണ്ടുവരുന്ന കൂടുതൽ ഹോസ്പിറ്റലും എങ്ങനെയുള്ള ഹോസ്പിറ്റലാണ്? ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ ആണ്. ക്ലിയർ ആയോ? ഒരു ഹോസ്പിറ്റലില് ഒരു ദിവസമോ അപ് ടു 20 ഡേയ്സ് 20 ദിവസം വരെ അഡ്മിറ്റ് ആക്കുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എന്തായിരിക്കും? ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ മന്ത്സ് അല്ലേ? അല്ലെങ്കിൽ ഇയർ, മന്ത്സ് ആവാം, ഇയർ ആവാം, 20 above. Okay, then okay, these hospitals offer care that generally requires its patients to stay for a long term, such as months or years in the hospital. ഒരു ഹോസ്പിറ്റലില് പേഷ്യൻസിനെ 1 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ താമസിപ്പിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ, കെയർ കൊടുക്കുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിനെയാണ് long stay hospital എന്ന് പറയുന്നത്. Typically such hospital will be mental hospital അല്ലെ? mental hospital അങ്ങനെയല്ലേ? ആ പേഷ്യൻസിന് നമുക്ക് ഒരു 20 ദിവസം കൊണ്ടൊക്കെ എടുത്തിക്കഴിഞ്ഞാൽ അവർക്കുള്ള ട്രീറ്റ്മെന്റുകൾ കംപ്ലീറ്റ് ആയി കൊണ്ടുവരാൻ പറ്റുമോ? ജസ്റ്റ് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് മാത്രമാണെങ്കിൽ നമുക്ക് ആ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തു കൊണ്ടുവരാം അല്ലെ? അല്ലെങ്കിൽ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണമെങ്കിൽ ഒരു 15 ദിവസം കൊടുത്തി കഴിഞ്ഞാൽ നടക്കുമോ? അവർക്ക് വേണ്ട എല്ലാ ട്രീറ്റ്മെന്റുകളും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ? മൂവീസിൽ കണ്ടിട്ടില്ലേ?
റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് അല്ലെ? മൂവീസിൽ കണ്ടിട്ടുണ്ടോ? താളവട്ടം സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? താളവട്ടം അല്ലേ മോഹൻലാലിന്റെ സിനിമയിലൊക്കെ? അവിടെ എങ്ങനെയാണ് കുറേ ദിവസങ്ങൾ അല്ലെ, മാസങ്ങള് വർഷങ്ങളൊക്കെ ആയിട്ട് ആ പേഷ്യൻസ് അവിടെ തന്നെ സ്ഥിരം താമസിക്കുന്ന പേഷ്യൻസ് ആണ് അല്ലെ? അപ്പൊ മെന്റൽ ഹോസ്പിറ്റല്, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, ജെറിയാട്രിക് കെയർ സെന്റേഴ്സ്. ജെറിയാട്രിക് കെയർ സെന്റേഴ്സ് എന്ന് പറഞ്ഞാല് ഓൾഡ് ഏജ് ആയവരെ താമസിപ്പിച്ച് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് ജെറിയാട്രിക് ഹോസ്പിറ്റൽ. പ്രായമായ ഒരു 55 വയസ്സ് 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് എന്തായിരിക്കും? ക്യാൻസർ സെന്റേഴ്സ് എക്സെട്രയാണ് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ. ജസ്റ്റ് ഒരു 3-4 നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഒരു 4 എക്സാമ്പിളുകൾ പറഞ്ഞിരിക്കുന്നതാണ്. നമുക്ക് ഇതിൽ കൂടുതൽ പറയാം. പിന്നെന്താ, ജെറിയാട്രിക് കെയർ സെന്റേഴ്സ് പറഞ്ഞാൽ പ്രായമായ ആളുകളിൽ, ഓൾഡ് ഏജ് ആയ ആളുകൾക്ക് വരുന്ന അസുഖങ്ങളിലെ അപ്പൊ അവരെ താമസിപ്പിച്ച് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് ജെറിയാട്രിക് കെയർ സെന്റേഴ്സ്. നെക്സ്റ്റ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ് എക്സെട്ര. നമ്മുടെ കോതമംഗലത്തുള്ള ഹോസ്പിറ്റൽ കേട്ടിട്ടുണ്ടോ? പീസ് വാലി ഹോസ്പിറ്റൽ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? പീസ് വാലി ഹോസ്പിറ്റൽ പാലിയേറ്റീവ് കെയർ ആണ്. ഇല്ല, കേട്ടിട്ടില്ല. ഓക്കെ, കേട്ടിട്ടുണ്ട് അരുണിമ? കേട്ടിട്ടില്ല. ഓക്കെ, കേട്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും. അവിടെ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ആളുകളെ താമസിപ്പിച്ച് അവർക്ക് വേണ്ട നോക്കാൻ ആളുകളില്ലാത്ത ആളുകള്, അല്ലെങ്കിൽ എന്താണ് ഫിനാൻഷ്യലി ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ സ്ഥിരമായി താമസിപ്പിച്ച് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് മിസ് പറഞ്ഞ കോതമംഗലത്ത് പീസ് വാലി ഹോസ്പിറ്റൽ. അതൊക്കെ പാലിയേറ്റീവ് കെയറിന് എക്സാമ്പിൾ ആണ് കേട്ടോ. അങ്ങനെയുള്ള ഹോസ്പിറ്റലൊക്കെയാണ് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ. ഡ്യൂ ടു ലോങ് ടേം റെസിഡൻഷ്യൽ നീഡ്സ്, ഇവർക്ക് എങ്ങനെയുള്ള ഇതായിരിക്കും ആവശ്യമായിട്ടുള്ളത്? ലോങ് ടേം റെസിഡൻഷ്യൽ നീഡ് അല്ലെ? അവർ സ്ഥിരമായി അവിടെ തന്നെ താമസിക്കുകയാണ് അല്ലെ? ആണോ? 1 വർഷം അല്ലെങ്കിൽ 2 വർഷം അല്ലെ സ്ഥിരമായി അവിടെ താമസിച്ചാണ് അവർ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. അപ്പൊ എന്താ, ലോങ് ടേം റെസിഡൻഷ്യൽ നീഡ്സുകളായിരിക്കും അവർക്ക് ആവശ്യം. These hospitals are built in such manner that gives it a feel of a home-like environment rather than a hospital. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ എങ്ങനെയായിരിക്കും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്, നിർമ്മിച്ചിരിക്കുന്നത്? ഒരു ഹോം ലൈക്ക് എൻവയോൺമെന്റ് ആയിരിക്കും. ഹോം ലൈക്ക് ആയിരിക്കും അല്ലെ? അവർക്ക് എന്താണ്, അവിടെ കിടക്കുന്ന പേഷ്യൻസിന് അവർ ഹോസ്പിറ്റലിലാണ് കിടക്കുന്നത് എന്ന് തോന്നാത്ത വിധം ഹോം ലൈക്ക് ആയിട്ടുള്ള അല്ലെ, നമുക്ക് വീടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രഗ്നൻസിയുടെ സമയത്ത് അങ്ങനെ കിടത്താറുണ്ട് അല്ലെ? നമുക്ക് ഫസ്റ്റ് ആ മന്ത് മുതൽ ഡെലിവറി കഴിയുന്നത് വരെ ആ ലേഡീനെ അവിടെ കിടത്താറുണ്ട് അല്ലെ? ഡെലിവറി കഴിഞ്ഞ് ഒരു 40 ദിവസം കഴിയുന്നത് വരെ അല്ലെ? ഓക്കെ, ക്ലിയർ ആയോ? ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ. നെക്സ്റ്റ് അബ്രിവേഷൻ. അബ്രിവേഷൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അത് ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. സോറി, നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് എടുക്കുന്ന ചാപ്റ്റർ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ്സിന്റെ ഈ ചാപ്റ്റർ തീർന്നു. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ തീർന്നു. നെക്സ്റ്റ് എടുക്കുന്ന ചാപ്റ്റർ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അതിന്റെ പ്രിന്റ് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ. അബ്രിവേഷൻ ഒന്ന് നോക്കി വെക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ടൈം കഴിഞ്ഞില്ലേ? നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് പറഞ്ഞുതരാം കേട്ടോ. അബ്രിവേഷൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നതാണ് അത്. Okay, thank you all.